1982 തീരെ തണുപ്പില്ലാത്തൊരു രാത്രിയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള ഉടുമ്പൻചോലയിൽ കണ്ണപ്പായി ഭൂജാതനായി. അന്ന് പതിവില്ലാത്ത വിധം ചന്ദ്രൻ ഗ്രഹണം ബാധിക്കുകയും ചീവീടുകൾ നിശബ്ദരാവുകയും ചെയ്തു. 90കളിൽ കണ്ണപ്പായി ഒരു തികഞ്ഞ പഠിപ്പിസ്റ്റായി കാണപ്പെട്ടു. 10ലും പ്രീ ഡിഗ്രിയിലും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ കണ്ണപ്പായിയെ അച്ഛൻ കണ്ണപ്പൻ ഇങ്ങനെ ഉപദേശിച്ചു. മോനെ കണ്ണപ്പായി, നമ്മുടെ ഏലകൃഷിയൊക്കെ മൊത്തം നഷ്ടത്തിലാണ്. നമ്മുടെ കുടുംബം പട്ടിണിയാകുമെന്ന തോന്നുന്നു. നിനക്കൊരു അനിയനുണ്ടല്ലോ, ഒരു ഗുണവുമില്ലാത്ത തേരാപാര നടക്കുന്നത്. പക്ഷെ നീ അച്ഛൻ്റെ മോനാ. നീ പഠിച്ച് പ്രീഡിക്ക് എന്നാ പെർഫോമൻസ് ആയിരുന്നു. നീ ഒരു ഡോക്ടർ ആവണമെന്ന നമ്മുടെ കുടുംബക്കാരുടെ ഒക്കെ തീരുമാനം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അച്ഛാ, ഞാൻ എന്തൊരു പാട്ട് കേൾക്കുന്നു. ഇല്ല മോനെ, നീ ഒന്നും കേട്ടിട്ടില്ല. എല്ലാം അങ്ങ് മായ്ച്ചകളാ. നാളെ നീ ഒരു ഡോക്ടർ ആവുമ്പോ നാട്ടുകാർ നിന്നെ പൂവിട്ട് പൂജിക്കും. നീ അവരുടെ കൺകണ്ട ദൈവമായിരിക്കും. കൊല്ലടാവനെ, ഓടിച്ചിട്ട് തല്ലടാവനെ. അവൻ ഇഞ്ചക്ഷൻ മാറിക്കുത്തിയ ഡോക്ടറാ. കാഷ്വാലിറ്റിയുടെ സൈഡ് റൂമിലിട്ട് ഇടിച്ചു കൂട്ടറാവനെ. അച്ഛാ, ഞാൻ പിന്നെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇല്ല മോനെ, ഇല്ല, നീ ഒന്നും കേട്ടിട്ടില്ല. വീണ്ടും മായ്ച്ചകളാ. നീ നാളെ തന്നെ കിഴക്കുമല താണ്ടി പടിഞ്ഞാറുള്ള നമ്മുടെ പാലാ ബ്രില്യനിൽ പോയി ഒരു ഡോക്ടറിന്റെ കോച്ചിങ് തുടങ്ങണം. എന്നിട്ട് നീ തിരിച്ചൊരു ഡോക്ടറായി വരുന്നത് കാണാൻ ഈ അച്ഛനെ കാത്തിരിക്കുകയാണ് മകനെ, കാത്തിരിക്കുകയാണ്. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നോടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നോട് ഗുരുവരൻ അരുളിയ പോലെ. ഓട്ടൻ തുള്ളലി പലതും പറയും, അതു കേട്ടാരും കോപിക്കരുത്. ഓട്ടൻ തുള്ളലി പലതും പറയും, അതു കേട്ടാരും കോപിക്കരുത്. നോക്കടാ നമ്മുടെ വാർഡിൽ കിടക്കുന്ന മർക്കടാ, നീ ഒന്നു മാറിക്കടാശടാ. നോക്കടാ നമ്മുടെ വാർഡിൽ കിടക്കുന്ന മർക്കടാ, നീ ഒന്നു മാറിക്കടാശടാ. ഇടുക്കിയിൽ നിന്നൊരു കണ്ണപ്പന്റെ മക്കളിൽ ഒരു വൻ കണ്ണപ്പായി. ഇടുക്കിയിൽ നിന്നൊരു കണ്ണപ്പന്റെ മക്കളിൽ ഒരു വൻ കണ്ണപ്പായി. പാലായിലെ ബ്രില്യൻ സെന്ററിൽ എൻട്രൻസ് കുത്താനെത്തിപ്പോയി. പാലായിലെ ബ്രില്യൻ സെന്ററിൽ എൻട്രൻസ് കുത്താനെത്തിപ്പോയി. കുത്തി കുത്തി പിന്നെയും കുത്തി, കുത്തി കുത്തി കറക്കി കുത്തി, കുത്തി കുത്തി പിന്നെയും കുത്തി, കുത്തി കുത്തി കറക്കി കുത്തി. കുത്തിയതെല്ലാം അച്ചട്ടായി, കിട്ടിയ റാങ്ക് കേരള 100. കുത്തിയതെല്ലാം അച്ചട്ടായി, കിട്ടിയ റാങ്ക് കേരള 100. കിട്ടിയ റാങ്കിന് കണ്ണപ്പായി നേരെ വന്നു മെഡിക്കൽ കോളേജ്. കിട്ടിയ റാങ്കിന് കണ്ണപ്പായി നേരെ വന്നു മെഡിക്കൽ കോളേജ്. ഡാക്ടർ ആവണ ഫേമസ് ആവണ, നാലാളറിയണ പട്ടിണി മാറ്റണം. ഡാക്ടർ ആവണ ഫേമസ് ആവണ, നാലാളറിയണ പട്ടിണി മാറ്റണം. വന്നൊരു തൊരയിൽ കണ്ണപ്പായി അനാറ്റമിക്ക് ദിക്കി കയറി. വന്നൊരു തൊരയിൽ കണ്ണപ്പായി അനാറ്റമിക്ക് ദിക്കി കയറി. കടാവർ കണ്ട കണ്ണപ്പായി മൂടെ വെട്ടിയ വാഴ കണക്കെ. കടാവർ കണ്ട കണ്ണപ്പായി മൂടെ വെട്ടിയ വാഴ കണക്കെ. ടൈലുകൾ എണ്ണിയ കണ്ണപ്പായേ LC മേടം വട്ടം പോക്കി. ടൈലുകൾ എണ്ണിയ കണ്ണപ്പായേ LC മേടം വട്ടം പോക്കി. Kannapai, tell me the structures. Liver in the niche kya hai, nerve in the sidal. Liver in the niche kya hai, nerve in the sidal. Heart in the northil kya hai, lungs in the taye. ലിവറിന്റെ നീച്ചെ ക്യാ ഹേ, നെർവിന്റെ സൈഡിൽ. ലിവറിന്റെ നീച്ചെ ക്യാ ഹേ, നെർവിന്റെ സൈഡിൽ. ഹാർട്ടിന്റെ നോർത്തിൽ ക്യാ ഹേ, ലങ്സിന്റെ താഴെ. ഹേ, നടക്കില്ല പൊന്നു മാഡം, അറിയില്ലതേത് ജില്ല. നടക്കില്ല പൊന്നു മാഡം, അറിയില്ലതേത് ജില്ല. ഈ വർഷം തട്ടിമുട്ടിയും കേറണം. എൻട്രൻസ് റാങ്കോ കേരള 100, ആവറേജിന്റെ മാർക്കോ 4. എൻട്രൻസ് റാങ്കോ കേരള 100, ആവറേജിന്റെ മാർക്കോ 4.
ലെക്ചർ ഹാളിൽ വൈകിയ ഒരുവൻ കാരണം കേട്ട ഗുരുനാഥന്റെ. ലെക്ചർ ഹാളിൽ വൈകിയ ഒരുവൻ കാരണം കേട്ട ഗുരുനാഥന്റെ. മുഖത്തു നോക്കി ചിരിച്ചു പറഞ്ഞു ജസ്റ്റ് ഫോർ യൂറിനേഷൻ, ജസ്റ്റ് ഫോർ യൂറിനേഷൻ, ജസ്റ്റ് ഫോർ യൂറിനേഷൻ. ഇതിനും മാത്രം മൂത്രം നിനക്ക് എവിടുന്നാ ഗുരുപേ എന്ന് ചൊല്ലി. വൈകാൻ കാരണം ചോദിച്ചപ്പോൾ മറ്റൊരു ബിരുദൻ ഇങ്ങനെ ചൊല്ലി. വൈകാൻ കാരണം ചോദിച്ചപ്പോൾ മറ്റൊരു ബിരുദൻ ഇങ്ങനെ ചൊല്ലി. നോ പർട്ടിക്കുലർ റീസൺ സാർ. ഇങ്ങനെ കുണ്ഠിതനായ ഗുരു നാടുവിട്ടതു വേറൊരു ചരിതം. തേടിയ ടൈമിൽ കണ്ണപ്പായി ഫസ്റ്റ് ഇയർ ഉള്ളൊരു ക്യൂട്ടിയെ മുട്ടി. തേടിയ ടൈമിൽ കണ്ണപ്പായി ഫസ്റ്റ് ഇയർ ഉള്ളൊരു ക്യൂട്ടിയെ മുട്ടി. എനിക്കിന്ന് സർജറി ഒറ്റി. നീയോ ആളൊരു ക്യൂട്ടി. വേണ്ടേ നമുക്കൊരു കുട്ടി? കുട്ടി പിക്കപ്പ് ലൈൻ കേട്ടൊരു കുട്ടി കൊടുത്തു ഒന്ന് വദനം നോക്കി. പിക്കപ്പ് ലൈൻ കേട്ടൊരു കുട്ടി കൊടുത്തു ഒന്ന് വദനം നോക്കി. അങ്ങനെ ഇരിക്കെ കണ്ണപ്പായി ചെന്നു പെട്ടു ലേബർ റൂമിൽ. അങ്ങനെ ഇരിക്കെ കണ്ണപ്പായി ചെന്നു പെട്ടു ലേബർ റൂമിൽ. ലേബർ റൂമിൽ സ്റ്റേജുകൾ 2, ചെക്കൻ ചെന്നു സെക്കൻഡ് സ്റ്റേജിൽ. ലേബർ റൂമിൽ സ്റ്റേജുകൾ 2, ചെക്കൻ ചെന്നു സെക്കൻഡ് സ്റ്റേജിൽ. യൂണിറ്റ് മേറ്റ്സിൻ തനി ഗുണം പലവിധം അറിഞ്ഞിടുന്നു ഈ പോസ്റ്റിംഗിൽ. IVPV BTCT ചേച്ചി ട്രോളി മറിയാമാടം. IVPV BTCT ചേച്ചി ട്രോളി മറിയാമാടം. 20 തികഞ്ഞൊരു സുന്ദരി നഴ്സ് നമ്മുടെ ചെക്കനെ എന്നു വിളിച്ചു. ഇത്രയും കാലം കേൾക്കാൻ കൊതിച്ചത് കേട്ടപ്പോൾ നമ്മുടെ കുട്ടൻ മർമറ് കേട്ടൊരു യൂജിയെ പോലെ. മൾട്ടി പാര നള്ളിപ്പാര മാടവും പാര നേഴ്സവും പാര. മൾട്ടി പാര നള്ളിപ്പാര മാടവും പാര നേഴ്സും പാര. അയ്യോ ചേച്ചി എന്തൊരു വയറ്, അസിസ്റ്റ് ചെയ്താൽ മുടിഞ്ഞ ടയറ്. ഉള്ളൊരു ഗ്യാപ്പിൽ കിട്ടിയ സ്കൂട്ടറിൽ നമ്മുടെ ചെക്കൻ സ്കൂട്ടായല്ലോ. ഉള്ളൊരു ഗ്യാപ്പിൽ കിട്ടിയ സ്കൂട്ടറിൽ നമ്മുടെ ചെക്കൻ സ്കൂട്ടായല്ലോ. എല്ലാ ഷിഫ്റ്റിലും ഉറങ്ങാൻ പോകുന്ന 2000 ബാച്ചിലെ കണ്ണപ്പായി എന്നൊരു പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രസവ മുറിക്ക് സമീപം എത്തിച്ചേരേണ്ടതാണ്. 10 തലമുറയ്ക്കുള്ള തെറിയും വിളിച്ചുകൊണ്ട് യൂണിറ്റ് മേറ്റ്സ് കാത്തു നിൽക്കുന്നു. അൾട്രാസൗണ്ട് ആദ്യമായി ഫീറ്റൽ രൂപം സ്വന്തമാക്കി. അൾട്രാസൗണ്ട് ആദ്യമായി ഫീറ്റൽ രൂപം സ്വന്തമാക്കി. ഡോക്ടർ ജി എൻ്റെ വയർ സ്പന്ദനവും സ്വന്തമാക്കി. ഡോക്ടർ ജി എൻ്റെ വയർ സ്പന്ദനവും സ്വന്തമാക്കി. സ്പന്ദനവും സ്വന്തമാക്കി. Now the mood of the song changes. Let's get into the rhythm of the level. This is going to be a massive hit for the college. കടന്നപ്പള്ളി ശാന്തേച്ചി സ്റ്റേജ് 1-ൽ എത്തിയല്ലോ. BP എടുത്ത് ശാന്തേച്ചി സ്റ്റേജ് 2-ൽ തള്ളിയല്ലോ. പിറ്റോസിൽ ലോഡ് ചെയ്ത് 62 മാഡം എന്ന് വാഷ് ചെയ്ത് ചേച്ചി മുക്ക് തൊടയെ പിടിച്ച് കാലകത്ത് നീട്ടി മുക്ക്. ആ മുക്ക് മുക്ക് ചെരിഞ്ഞ മുക്ക് ഇരുന്ന മുക്ക് നീട്ടി മുക്ക് മറിഞ്ഞ മുക്ക് കിടന്ന മുക്ക് നാക്ക് മുക്ക്. മുക്ക് ചെരിഞ്ഞ മുക്ക് ഇരുന്ന മുക്ക് നീട്ടി മുക്ക് മറിഞ്ഞ മുക്ക് കിടന്ന മുക്ക് നാക്ക് മുക്ക്. ലേബർ റൂമിൽ പെൽവിസ് ബോണിൽ ചുവന്ന കുട്ടി പാവയെ ഇട്ട് കറക്കി കറക്കി കണ്ണപ്പായി അങ്ങനെ പോസ്റ്റിംഗ് കഴിച്ചുകൂട്ടി. ലേബർ റൂമിൽ പെൽവിസ് ബോണിൽ ചുവന്ന കുട്ടി പാവയെ ഇട്ട്
കറക്കി കറക്കി കണ്ണപ്പായി അങ്ങനെ പോസ്റ്റിംഗ് കഴിച്ചു കൂട്ടി. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. കരിക്കുലം നോക്കി സ്പെക്കുലമായി നമ്മുടെ ചെക്കൻ ENT-യിൽ. സ്വിച്ചിട്ട റോയി വൈസ് റോയി ENTOP-ലെ വഴികാട്ടി. നീ കണ്ടോ ENTOP-ലെ പോളിപ്പ്. പ്രൊസീജർ റൂമിൽ പോണോരെ വാക്സ് എടുക്കാൻ പോണോരെ, പ്രൊസീജർ റൂമിൽ പോണോരെ വാക്സ് എടുക്കാൻ പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ നിറമുള്ള വാക്സ് കൊണ്ടുവരാം. ENTOP-യിലെ ക്യാബിൻ നമ്പർ 2-ലെ രഞ്ജിത് സാറിന്റെ സ്പെക്കുലത്തിൽ കൈ നിറയെ വാക്സ് കൊണ്ടുവരാം. ചെവിക്കാത്ത് ഗില്ലല്ലേ രജനാഥ് സാറേ, ചെവിക്കാത്ത് വാക്സാണോ ഫംഗസാണോ, ചെവിക്കാത്ത് മുഴുവൻ ഡെബ്രിസാണേ. ഇങ്ങനെ തോണ്ടല്ലേ പൊന്നു സാറേ. ENTOP-യില് CSOM വന്നല്ലോ, ENTOP-യില് CSOM വന്നല്ലോ. പിടിക്കടാ നോക്കടാ പെർഫറേഷൻ, കുത്തിയെടുക്കടാ സപ്പുറേഷൻ. അങ്ങനെ കണ്ണപ്പായി ENT-യും കഴിച്ചുകൂട്ടി. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഓഫ്താലെന്നൊരു പോസ്റ്റിംഗ് കേട്ടാൽ മനമതിൽ വന്നൊരു ശകലം മാത്രം. എല്ലാവർക്കും തിമിരം ഇവിടെ, എല്ലാ കേസും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, അയ്യോയൽ വേണം, അയ്യോ എനിക്ക് അയ്യോയൽ വേണം. ക്ലാസ് കഴിഞ്ഞ് കണ്ണപ്പായി ചെന്നെത്തിയതോ ഓൾഡമ്മച്ചിൽ. അപ്പോൾ അവിടൊരു കോണിൽ നമ്മുടെ സ്വന്തം ചൊളയടി വീരൻ. കാമുക വീരനെ കണ്ടൊരു മാത്രയിൽ കണ്ണപ്പായി ചോദ്യമെറിഞ്ഞു. ആരാ? വിളറി വെളുത്തൊരു ചമ്മിയ മോന്തയിൽ പൊടുന്നനെ തന്നെ ഒരു ഉത്തരം വന്നു. ഫ്രണ്ടാ. ഫ്രണ്ടാണെങ്കിൽ ഉമ്മയും കോമയും മിസ്സും കിസ്സും പരുങ്ങലും എന്തിന്? ഫ്രണ്ടാണെങ്കിൽ ഉമ്മയും കോമയും മിസ്സും കിസ്സും പരുങ്ങലും എന്തിന്? ഇത് കണ്ടപ്പോൾ നമ്മുടെ ചെക്കൻ കിട്ടിയ നമ്പറിൽ കുത്തി വിളിച്ചു. ആപ് ജിസ് കസ്റ്റമർ സെ ബാത് കർനാ ചാഹതാ ഹൈ, അവൾ നിന്റെ ഫ്രണ്ട് നിൽക്കുന്നതുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയാ കൃപയാ കരേ, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി എന്ന് കരേ. കിസ്സും വേണ്ട മിസ്സും വേണ്ട, പപ്പാ പറയണ പെണ്ണിനെ കേട്ടാം. ലൈൻ അടിച്ച് പരാജയപ്പെട്ട എല്ലാ കാമുകന്മാർക്കും പ്രഥമ ദർശനം. നിന്റെ ഒടുക്കത്തെ ഗ്ലാമർ കണ്ട് ഞാൻ ലെക്ചറിൽ ഉറങ്ങിയില്ല എന്നോമനെ. ആദ്യത്തെ വർഷമാണല്ലേ നീ കോളേജിലാദ്യമാണല്ലേ. കോട്ടിന്റെ മുകളിൽ റാ പോലെ കിടക്കുന്ന ലിറ്റ്മാന്റെ ലുക്കൊന്നു വേറെ തന്നെ. അച്ഛൻ ഡോക്ടറാണല്ലേ, നിന്റെ ലക്ഷണം കണ്ട് ഞാൻ ഊഹിച്ചതാ. ആർക്കും കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചൊരാ ലിവറൊന്നു കവരുവാൻ ആശയുണ്ട്. LH കാരിയാണല്ലേ,
നിന്റെ ഗോസിപ്പ് കണ്ട് ഞാൻ ഊഹിച്ചതാ. പ്രേമിക്കുവാനായി ഞാൻ ചെയ്ത റീചാർജുകൾ 1 വർഷ MBBS ഫീസാണത്രേ. കീപാഡ് കുത്തിപ്പൊളിച്ചെന്റെ വിരലുകൾ 1/2 ഇഞ്ച് കനത്തിൽ തേഞ്ഞുപോയി. പ്രണയം പിടിച്ചെന്റെ ഹൃദയം തുടിച്ചപ്പോൾ പെർക്കസ് ചെയ്തത് നിന്റെ ഹോബി. നോട്ടം PGA അല്ലേ, മെഡിസിൻ PGയുടെ വിളി കണ്ട് ഊഹിച്ചതാ. രമണനും മരണനും കഥകളിൽ മാത്രം, ഗേൾസിന് വേണ്ടത് PGA മാത്രം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. പ്രോക്സി മൂവി ഉറക്കം കറക്കം 4-ാം വർഷം സ്പീഡിൽ പോയി. പ്രോക്സി മൂവി ഉറക്കം കറക്കം 4-ാം വർഷം സ്പീഡിൽ പോയി. ഒടുവിലതെത്തി ആരെത്തി? ഒടുവിലതെത്തി കനമതു കൂടിയ 5-ാം വർഷം. പണ്ടേ ദുർബല വീണ്ടും ഗർഭണം കണ്ണപ്പായി വരുങ്ങലിലായി. പണ്ടേ ദുർബല വീണ്ടും ഗർഭണം കണ്ണപ്പായി വരുങ്ങലിലായി. ഗ്രഹണി പിടിച്ചൊരു ചെക്കനെ പോലെ കണ്ണപ്പായി അലഞ്ഞു തിരിഞ്ഞു. ഗ്രഹണി പിടിച്ചൊരു ചെക്കനെ പോലെ കണ്ണപ്പായി അലഞ്ഞു തിരിഞ്ഞു. കിട്ടിയ വാക്കിനു കണ്ണപ്പായി ഓടി നടന്നു കേസുകൾ തപ്പി. ഹെർണിയ, തൈറോയിഡ്, പാരാപ്ലീജിയ, ജീവിതം മൊത്തം കോടാലിയ. ഹെർണിയ, തൈറോയ്ഡ്, പാരാപ്ലീജിയ, ജീവിതം മൊത്തം കോടാലിയ. അങ്ങനെയൊടുവിൽ എത്തിപ്പോയി 5-ാം വർഷ പ്രാക്ടിക്കൽസ്. അങ്ങനെ ഒടുവിൽ എത്തിപ്പോയി 5-ാം വർഷ പ്രാക്ടിക്കൽസ്. MR, TR, PR, AR, ന്യൂമോ, പാരാപ്ലീജിയ, മൾട്ടി സിസ്റ്റം കേസുകൾ അങ്ങനെ നിരനിരയായി വരിയായി. അതിലൊരു പേഷ്യൻ ദാക്ഷായണി കണ്ണപ്പായെ മാടി വിളിച്ചു. വിളറി വെളുത്ത കണ്ണപ്പായി ഹിസ്റ്ററി തപ്പാൻ ചോദ്യമുതിർത്തു. അമ്മ, ഈ വശം കൂടിയിട്ട്, അതായത് ഇടതുവശം കൂടിയിട്ട് വലത്തോട്ട് പോയതാണോ അതോ വലത്തെക്കാരെ പെരുകിയിട്ട് ഇടത്തോട്ട് പോയതാണോ? എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്നുമോനെ ഒന്നും പറയണ്ട. ഞാനും എൻ്റെ അപ്പച്ചനും കൂടി 1961 കയത്തില് ഇരിട്ടിയിൽ നിന്ന് ചെറുപുഴയ്ക്ക് വള്ളത്തേൽ കയറിയതാ. അതിനുശേഷം മൊത്തം പെരുപു. എൻ്റെ പൊന്നു മോനെ, അയ്യോ മോനെ, തൊടരുത് മോനെ, കാലയിലും കയ്യിലും ഒന്നും തൊടരുത് മോനെ, പ്ലീസ്. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ അതേ പ്രായ മോന്, കണ്ടാൽ എൻ്റെ ഉണ്ണിക്കുട്ടനെ പോലെ തന്നെ ഇരിക്കും. അയ്യോ കുഞ്ഞുകുട്ട, എൻ്റെ പൊന്നു മോനെ, കയ്യിലും കാലയിലും തൊട്ടുള്ള ഒരു പരിപാടിയും വേണ്ട കേട്ടോ. എൻ്റെ ദേഹത്ത് മൊത്തം വേദനയാണ്, എൻ്റെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടിയ കേസോ മൊത്തം മാഞ്ഞ് കണ്ണപ്പായി നിന്നു പരുങ്ങി. കിട്ടിയ കേസോ മൊത്തം മാഞ്ഞ് കണ്ണപ്പായി നിന്നു പരുങ്ങി. ലോങ് കേസിന്റെ ബെല്ലുമുഴങ്ങി എക്സ്റ്റേണൽ സാർ വട്ടം കൂടി. ലോങ് കേസിന്റെ ബെല്ല് മുഴങ്ങി എക്സ്റ്റേണൽ സാർ വട്ടം കൂടി. Next candidate, present the case. Sir, I am presenting a case of Dakshayani, 62-year-old from Iriti. Patient was apparently normal 2 years back, sir. When she developed എൻ്റെ പൊന്നളിയ ഒരു വല്ലാത്തൊരമ്മച്ചി. കണ്ണിൽ ഇരുട്ട് കയറുന്ന, കാലിൽ പെരുപ്പോ, വയറിളക്കോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പൊന്ന് സാറേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ സാറേ. പാസ്സാക്കണം സാറേ, ഞാനൊരു പാവ. Pulse? സാറേ, പൾസ് 72/min റെഗുലർ, അങ്ങനെ എന്തോ ഒരു ഐറ്റമാണ് സാർ. BP? സാർ, BP നോക്കാൻ ആ ഏരിയയിലോട്ട് അടുപ്പിക്കാത്ത വല്ലാത്തൊരമ്മച്ചിയാണ് സാർ. ജീവിതം പോയി സാർ. Chest? സാർ, ജസ്റ്റ് സോഫ്റ്റ് ആൻഡ് ടെൻഡറാണ് സാർ. Abdomen? സാർ, അബ്ഡോമൻ ചെറിയ ചെറിയ സ്കാറ്റഡ് റോങ്കി അവിടെ എവിടെയോ ഉണ്ട് സാർ. നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആണോ ഇത്? സ്പ്ലീൻ? സാർ, സ്പ്ലീനെ കുറിച്ച് പറയാനാണെങ്കിൽ സാർ എനിക്ക് ചിന്തിക്കാൻ 1 മിനിറ്റ് തരണം സാർ. ദിസ് ഈസ് എ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ബുദ്ധിപരമായി തന്നെ ഡീൽ ചെയ്യണം. ഇതിൻ്റെ ഉത്തരം ബുദ്ധിപരമായിരിക്കണം. സ്പ്ലീൻ, നല്ല പരിചയമുള്ള വാക്ക്. ഇന്നലെയും കൂടി വായിച്ചതേ ഉള്ളല്ലോ. അത് ബാലരമയാണല്ലോ. ഒരു കാര്യം ചെയ്യാം,
അമ്മച്ചിയോട് തന്നെ ചോദിക്കാം. അമ്മച്ചി, സ്പ്ലീൻ ഉണ്ടോ? എന്റെ പൊന്നുമോനെ, 1961 വെള്ളപ്പൊക്കത്തിൽ ഇരിട്ടിയിൽ നിന്ന് എന്റെ പൊന്നമ്മച്ചി, ഒന്നുമില്ല. സാർ, ഈ പേഷ്യന്റിന് സ്പ്ലീൻ ഇല്ല. സാർ, ഈ പേഷ്യന്റിന് സ്പ്ലീനേ ഇല്ല. നീ തീർന്ന് ആ വയറിൽ എവിടെ തൊട്ടാലും സ്പ്ലീനാ. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ സാർ, കനിയണം സാർ. ഞാനൊരു പാവമാണ് സാർ. എന്റെ വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമാണ് സാർ. എന്റെ വീട്ടിൽ കഞ്ഞി പുകഞ്ഞിട്ട് 12 മണിക്കൂറായി സാർ. എന്നെ പാസ്സാക്കണം സാർ, കൈവിടരുത് സാർ. സംഗതി പാളിയ ടൈമിൽ തന്നെ ഇന്റേണൽ സാർ കളമത് മാറ്റി. പ്ലീസ് സാർ, ഇവനെ പാസ്സാക്കണം സാർ. ഇവനൊരു പാവാണ് സാർ. എവിടെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് സാർ. പാസ്സാക്കണം സാർ, പ്ലീസ്. കണ്ണീർ കഥയിൽ സാറോ ഫ്ലാറ്റ്, കണ്ണപ്പായി സ്പോട്ടിൽ പാസ്. കണ്ണപ്പായുടെ ലൈഫോ മാറി, പേരിന് ഡോക്ടർ വാലത് കയറി. സർജറി മുഴുവൻ ചെയ്തിടേണം, ജീവൻ വെറുതെ രക്ഷിക്കണം. അങ്ങനെ ഒടുവിൽ കണ്ണപ്പായി എത്തിപ്പോയി സർജറി ഓട്ടിൽ. നീയാണോ പുതിയ ഹൗസ് സർജൻ? കമ്മിയ ഹൗസ് സർജൻ, ആ ട്രോളി ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നേ. പിന്നെ ഹൗസ് സർജൻ, വരുമ്പോ ആ റൂമിൽ നിന്ന് ചായയും 2 കടിയും ഇങ്ങോട്ട് എടുത്തു. പുരുഷോത്തമൻ സാറേ, എനിക്ക് അന്തസ്സുള്ളൊരു പേരുണ്ട്, ഡോക്ടർ കണ്ണപ്പായി. നിനക്കൊക്കെ എന്നാ പേരുണ്ടെങ്കിലും നീ നമ്മുടെ ഹൗസ് സർജൻ. പിന്നെ ഹൗസ് സർജൻ, ഇന്നേക്ക് 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി പോയി കുളിച്ച് ഫ്രഷ് ആവും. ഓക്കെ സാർ? അപ്പോ എന്റെ ഭക്ഷണം, ഫുഡ്, എന്റർടൈൻമെന്റ്സ് ഒക്കെ? പിന്നെ 48 മണിക്കൂർ കഴിച്ചില്ലെങ്കിൽ അങ്ങ് ചത്തുപോവുകയല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാമേ. നീ എന്നാ നോക്കിയിരിക്കുക? പോയി പണിയെടുക്കടാ. ഇരട്ടിയിൽ നിന്ന് വന്നൊരു പേഷ്യൻ സ്രാവ് കണക്കെ വമ്പൻ ഹെർണിയ. ഉടനടി സർജറി ചെയ്തിടേണം, കണ്ണപ്പായി ആക്റ്റീവായി. മയക്കു ഡോക്ടർ ആളൊരു ചൊറിയൻ, കണ്ണപ്പായി കുണ്ഠിതനായി. യൂണിറ്റ് ചീഫിൻ ഓർഡർ കേട്ട് കണ്ണപ്പായി റെഡിയായല്ലോ. ആരാത്? അറ്റൻഡർ ആണോ? അല്ല, യൂണിറ്റ് ചീഫിന്റെ ആട്ടും തുപ്പലും പുച്ഛവും വാങ്ങി മനം അടുത്തൊരു ഹൗസ് സർജൻ ഫിറ്റ്നസ് വാങ്ങാൻ വന്നതാണേ. അങ്ങോട്ട് വന്ന് ആ കടപ്പ് കാണാൻ വയ്യ. ദൈവങ്ങളെപ്പോലെ കൊണ്ടു കിടക്കുന്നൊരു ചിത്രമുണ്ട് മനസ്സിൽ. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. വണ്ടേ മാത്രം മതി ഫിറ്റ്നസ്, മണ്ടയിൽ ഓറ്റിയതുണ്ടേ. ഇരട്ടിയിൽ നിന്നൊരു വമ്പൻ ഹെർണിയ പെർഫറേറ്റ് ആകാറായി. ചോടിക്ക് നോക്കി രസിക്കാനായി ECGയും വേറെ. ഹൗസ് സർജൻ ഫിറ്റ്നസിനായിരിക്കുമല്ലേ? ECG ഉണ്ടോ? സർ, ECG മാത്രമല്ല, എക്സ്റേ ചെസ്റ്റ്, ബ്ലഡ് റൂട്ടറിൻ, RFT, LFT, CT ചെസ്റ്റ്, അബ്ഡോമൻ, ഹെഡ്, പെറ്റ്, കടയിലെ പറ്റ്, കരടച്ച രസീജ്, ജനന സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് സാർ. മരണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടോ? മരണ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എല്ലാം ഉണ്ടല്ലേ? യു ആർ പ്രിപ്പയർഡ് വെരി വെൽ. ഒരു കാര്യം ചെയ്യും, അടുത്ത വെള്ളിയാഴ്ച വാ,
ഇന്ന് എനിക്കൊരു മൂഡില്ല. സാർ കനിയണം സാർ, കനിയണം. ഞാൻ HS കണ്ണപ്പായി കോപ്പി അടിച്ച് പാസ്സായൊരു പാവ ഔസർജനാണ് സാർ. ഫിറ്റ്നസ്സും കാത്ത് വാർഡിൽ ഉറക്കം വിളിച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് ചീഫ് ഉണ്ട് സാർ. സാറിനെ ഓർത്തെങ്കിലും ഫിറ്റ്നസ് തരണം സാർ. കരച്ചില് കണ്ട് ഡോക്ടർ ഫ്ലാറ്റ് കണ്ണപ്പായുടെ ഫിറ്റ്നസ് സെറ്റ്. കരച്ചില് കണ്ട് ഡോക്ടർ ഫ്ലാറ്റ് കണ്ണപ്പായുടെ ഫിറ്റ്നസ് സെറ്റ്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. കുത്തിമറിഞ്ഞൊരു വാർഡിൽ ഉടനെ യൂണിറ്റ് ചീഫിൻ ഗർജനം കേട്ടു. കുത്തിമറിഞ്ഞൊരു വാർഡിൽ ഉടനെ യൂണിറ്റ് ചീഫിൻ ഗർജനം കേട്ടു. യൂണിറ്റ് ചീഫോ ആളൊരു കൊമ്പൻ, വാർഡിൻ ചുവരുകൾ നിന്നു വിറച്ചു. ആരാന്നാ ചോദിച്ചത്? അത് ആര് യൂണിറ്റിൽ വന്നാലും ഞാൻ അറിയും. ഒരു വഴിപോക്കനാ. വളരെ കാലത്തിന് ശേഷം ഒരു HS എത്തുന്ന മഹത്തായ ദിവസം. എന്റെ യൂണിറ്റിലേക്ക് സ്വാഗതം. എന്തിനാപ്പ വന്നേ? കണ്ണപ്പായി എന്നാ പേര്. ഹൗസ് സർജനായി PG ഉറക്കിയ പാണന. എൻട്രൻസ് എക്സാം കുത്തി കുത്തി റാങ്ക് കിട്ടിയപ്പോ പണിയെടുക്കാൻ ഈ വഴിക്ക് വന്നതാ. MBBS HS വലിയ പാരമ്പര്യമാണല്ലോ. അങ്ങനെയൊന്നും ഇല്ലേ? നേരെ നോക്കാം. വാർഡ് ചരിതം പാടുവോ? അറിയാം. സാധാരണയായി ഡ്യൂട്ടി റൂമിൽ നിന്നാ പാടാറുള്ളത്. കാര്യമായിട്ടൊന്നും അറിയില്ല. അതൊക്കെ PGക്കല്ലേ അറിയൂ. ജന്മം കൊണ്ട് ആരും PG ആവില്ല, കർമ്മം കൊണ്ടാണ്. ചോദ്യോത്തരമൊക്കെ പിന്നെ ആവാം. ഇപ്പൊ ഒരു പാട്ട് പാടുക, കേൾക്കട്ടെ. മക്ബർനീസിലും ഒരു നൊമ്പരം, ഫേഷ്യൽ പാൽസിയിൽ എന്തിനീ മൗനം. ഹാർട്ടിന് മർമറുണ്ടെങ്കിലും കേൾക്കുവാൻ സ്റ്റെത്തിന് ഡയഫ്രമില്ലല്ലോ. ഭാരം വേലിക്കും മുടിഞ്ഞ ഭാരം, രോഗിയോ ഞങ്ങളുടെ ഭാരം, തൂങ്ങിയാടും ചത്തുകൾ. HOD ഭാരം, എപ്പിക്കാണ് LPG ഭാരം, PGക്കാണ് HS ഭാരം, NSന്റെ ട്രിപ്പുകൾ. പൊങ്ങി പൊങ്ങി JVP പാൽപേ ചെയ്തു റിയൽ JP. ഒരിക്കലും തീരാ ഡ്യൂട്ടികൾ, ജയിക്കുമോ യൂണിവേഴ്സിറ്റി. ഭാരം വേലിക്കും മുടിഞ്ഞ ഭാരം, രോഗിയോ ഞങ്ങളുടെ ഭാരം, തൂങ്ങിയാടും ചത്തുകൾ. HOD ഭാരം, എപ്പിക്കാണ് LPG ഭാരം, PGക്കാണ് HS ഭാരം, NSന്റെ ട്രിപ്പുകൾ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. പിലാത്രക്കാരി കത്രീനേച്ചി 90 വയസ്സ് അന്ത്യമടുത്തു. പിലാത്രക്കാരി കത്രീനേച്ചി 90 വയസ്സ് അന്ത്യമടുത്തു. പരവേശത്തിൽ കത്രീനേച്ചി ഒരു വാവെള്ളം ചോദിക്കുന്നു. പരവേശത്തിൽ കത്രീനേച്ചി ഒരു വാവെള്ളം ചോദിക്കുന്നു. കത്രീനേച്ചിയുടെ ചെറുമകൻ ജോർജ് പുച്ഛത്തോടെ മൊബൈലും നോക്കി. കത്രീനേച്ചിയുടെ ചെറുമകൻ ജോർജ് പുച്ഛത്തോടെ മൊബൈലിൽ നോക്കി. ഒടുവിൽ കത്രീനേച്ചിയെ 108 മെഡിക്കൽ കോളേജ്. ഗതികെട്ടൊടുവിൽ കത്രീനേച്ചിയെ 108 മെഡിക്കൽ കോളേജ്.
ഡ്യൂട്ടി എച്ച് കണ്ണപ്പായി ചാടിയിറങ്ങി പൾസോ തപ്പി DHS കണ്ണപ്പായി ചാടിയിറങ്ങി പൾസോ തപ്പി. പൾസോനിൽ കത്രീനേച്ചി ഡെത്താണെന്ന് ഉടനെ ചൊല്ലി. അതു കേട്ടപ്പോൾ അതുവരെ കണ്ട ജോർജേട്ടന്റെ ഭാവം മാറി രൂപം മാറി ജോർജേട്ടൻ തന്നാകെ മാറി. എടാ ദുഷ്ടന്മാരെ, പൊന്നുപോലെ നോക്കി തന്നെ എന്റെ പൊന്നമ്മച്ചിയെ. എന്റെ നികുതി പണം കൊണ്ട് പഠിച്ച് പാസ്സായ നീയൊക്കെ എന്റെ അമ്മച്ചിയെ കൊലക്ക് കൊടുത്തലാടാ. എടാ ദാസപ്പാ, ലോനപ്പാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിവാടാ, അടിച്ച് പൊട്ടിക്കട ഈ ഹോസ്പിറ്റല്. അടിയേ തൊഴിയേ കേസ് ജയില് ഡോക്ടർ ജീവിത ബഹുമേൽ കേമം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഒടുവിൽ MBBS കാരൻ കണ്ണപ്പായി വീട്ടിൽ ചെന്ന് അപ്പനെ കണ്ടു. ആ മോനെ കണ്ണപ്പായി, നീ തിരിച്ചു വന്നല്ലേ? MBBS പാസ്സായതൊക്കെ ഞാൻ അറിഞ്ഞു. നമ്മുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെട്ടു കേട്ടോ. നിന്റെ ആ തലതെറിച്ച അനിയനില്ലേ, അവനപ്പോ ഈ വീടിന്റെ കുടുംബനാഥൻ. അവൻ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി കെട്ടി 2 പിള്ളേരായി. അവനാകെ ഒരു മാറ്റമാ. നിനക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ 5, 10, 100 എത്ര വേണമെന്ന് വെച്ചാൽ അവനോട് ചോദിച്ചാൽ മതി, അവൻ എടുത്തു തരുന്നേ. അവൻ നല്ലൊരു മനുഷ്യനാ കേട്ടോ. എൻ്റെ മോനായതുകൊണ്ട് ഞാൻ പറയല്ല. പിന്നെ നിന്റെ ജോലിയുടെ കാര്യമാണ് ഞാൻ പറയാൻ വന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇത് പോരാ മോനെ. അച്ഛനൊരു ആഗ്രഹം, നീ സ്പെഷ്യാലിറ്റിക്ക് പോകണം. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്നാ പിന്നെ ഒരു MD കൂടി അങ്ങ് എടുത്താലോ? നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ.